ദൈവിക നിയമങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അനുസരിക്കുക കൂടി ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരുമെന്നറിവ് ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം യൂദയുടെ ലേഖനമാണ് പഠിക്കുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ ആശ്വാസത്തിനും പ്രബോധനത്തിനും ആത്മീക വർധനവിനുമുള്ള ചില പാഠങ്ങൾ ഇതിൽ നിന്ന് പെറുക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നത് ഈ പ്രധാനപ്പെട്ട തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ നിലനിൽക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീം. അതെങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയാനിടയായി തീർന്നു. അതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ 2 വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേകമായ പാഠം പഠിക്കാനിടയായിട്ട് തീർന്നു. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ നിലനിൽക്കുന്നവർ സുരക്ഷിതരാണ്. എന്തുകൊണ്ട് സുരക്ഷിതരാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. യജമാനനുള്ളതിനാൽ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യജമാനന്റെ ചില പ്രത്യേകതകൾ നമ്മളൊന്ന് ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് വിളിക്കപ്പെട്ടതിനാൽ എന്നുള്ള ആശയമാണ്. അവിടെ നമ്മളിവിടെ കാണുന്നുണ്ട് വിളിക്കപ്പെട്ടതിനാൽ എന്നുള്ള പ്രയോഗം 1-ാം വാക്യത്തിൽ തന്നെ കാണുന്നു. അപ്പോ എന്തുകൊണ്ട് സുരക്ഷിതരാണ് എന്ന് ചോദിച്ചാൽ നാം വിളിക്കപ്പെട്ടവരാണ്. നാം സുവിശേഷങ്ങളിൽ വായിക്കാറുണ്ട്, ആരാധനയോഗ്യങ്ങളിലൊക്കെ നാം ഓർക്കാറുള്ളത് പോലെ കണ്ടവരായ, വഴിത്തിരക്കിൽ മെനക്കെട്ട് നിൽക്കുന്നവരായ നമ്മെ കർത്താവ് വിളിച്ചത് ചില പ്രത്യേകമായ കാര്യങ്ങൾക്കാണ്. ആ വിളി എന്നുള്ള പദത്തിൽ നിന്ന് 3 സത്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിന്റെ മൂല ഭാഷയിലെ അർത്ഥത്തിൽ നിന്ന്, അതുപോലെ തന്നെ വിളിയുടെ മറ്റു ഒട്ടനവധി പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഞാൻ ഈ സെറ്റ് ഓഫ് ഈ പോയിന്റ്സ് ഈ ഗ്രൂപ്പിൽ ഇത് മാത്രം ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് 3-ാമത്തെ ആശയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുന്നവരെ സുരക്ഷിതരാണ്. 1, നമുക്ക് നല്ലൊരു യജമാനനുണ്ട്. 2, നാം വിളിക്കപ്പെട്ടവരാണ്. ഇനി 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 1-ാം വാക്യത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നേഹിക്കപ്പെട്ടതിനാൽ. 1-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. അപ്പോ 3-ാമത്തെ ആശയം നമുക്ക് അവിടെ നിന്ന് ആ ക്രിയാപദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്നേഹിക്കപ്പെട്ടവരാണെന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഗുണഭോക്താക്കളാണെന്നും. അതുകൊണ്ട് നാം സുരക്ഷിതരാണ്. ഒരു 1-1.5 വർഷമേ ആയിട്ടുള്ളൂ ഞങ്ങൾ കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യത്തിലൂടെ പോയപ്പോൾ ഒരിക്കൽ ദൈവവചനം വായിച്ചപ്പോൾ ഇതിനോടനുബന്ധിച്ച ഒരു പ്രയോഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് വചന ധ്യാനത്തിൽ എന്നോട് സംസാരിച്ചു. അത് ഇന്നും എന്നെ സന്തോഷിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു സത്യമാണ്. അതിനോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. സ്നേഹിക്കപ്പെട്ടതിനാൽ എന്നുള്ളതിനോട് ചേർത്ത് ചിന്തിക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, അതിന്റെ ആദ്യത്തെ വാക്യം. ഓക്കെ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. ഒരുപാട് തവണ ഞാനിത് വായിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും ഈ പ്രയോഗം അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്യും. നിങ്ങൾക്ക് വചനം വായിക്കുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. ഈ എന്നെ എന്ന് പറയുന്നത് ആരെയാണെന്ന് അറിയാമോ? എന്നെ എന്നുള്ളത് യേശു കർത്താവിനെ കുറിച്ചാണ്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ എന്ന് വെച്ചാൽ ഇത് തുടങ്ങുമ്പോൾ ശിഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ ഉൾപ്പെടുന്ന അമ്മേ. അപ്പോ പിതാവ്, നീ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് ഞാനിത് വിശദീകരിക്കുന്നു. അപ്പൊ പിതാവായ ദൈവം യേശുവിനെ, പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അത് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ? പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധം നമ്മുടെ ചിന്തകൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ ആ ഊഷ്മളമായ ആ ബന്ധം അല്ലെങ്കിൽ ആ സ്നേഹം പോലെ തന്നെ നമ്മെയും, അവിടെ
വേണമെങ്കിൽ എന്നെ എന്ന് വെക്കുക, അവനെ എന്നുള്ളടുത്ത് എന്നെ എന്ന് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേര് വെക്കുക. അതാണ് എന്നെ വളരെ ആശ്വസിപ്പിക്കാൻ ഇടയായിട്ട്. അപ്പോ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു, എന്നെയും സ്നേഹിക്കും. ഈ സ്നേഹിക്കപ്പെട്ടതിനാൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന് ചിന്തിച്ചപ്പോൾ ഓടി എന്റെ മനസ്സിലേക്ക് വന്ന വേദഭാഗം ഇതാണ്: നീ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ എളിയവരായ നമ്മെയും സ്നേഹിക്കുന്നു. അതിനെന്താ ഇത്ര സുരക്ഷിതത്വമുള്ളത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ആരാണ് ഈ പിതാവ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മതി. ആരാണ് ഈ പിതാവ്, അല്ലെങ്കിൽ ഈ പിതാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതൊന്ന് നാം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ പിതാവിന്റെ സ്നേഹത്തിലുള്ള സുരക്ഷിതത്വം, നാം അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. സാധാരണ പിതാവായ ദൈവത്താൽ എന്നുള്ള ആ പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുക. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ കാണുന്ന ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നുള്ള ആ പ്രിപ്പോസിഷൻ, ഇൻ എന്നുള്ള പ്രയോഗം പിതാവായ ദൈവത്തോടു കൂടെ ഉപയോഗിച്ച ഏക വേദഭാഗം ഇതാണ്. അതിന് പ്രത്യേകമായ സവിശേഷതയുണ്ട്, എന്നാൽ അതൊന്നും വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ വിഷയം ഇതാണ്: എന്തുകൊണ്ട് നാം സുരക്ഷിതരാണ്? ഈ ദുരുപദേശ കാറ്റുകൾ ആഞ്ഞടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നുള്ള ശക്തമായ പ്രബോധനം യൂത നൽകുമ്പോൾ, അപ്പോൾ ഒരു പോർക്കളത്തിന്റെ ചിത്രം നൽകുന്നു. വിശ്വാസികളായ നമുക്ക് പോർക്കളത്തിൽ അങ്ങനെയുള്ള നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഒന്ന്, ഞാൻ പറഞ്ഞു, നമുക്ക് നല്ലൊരു യജമാനനുണ്ട്. രണ്ട്, നാം വിളിക്കപ്പെട്ടവരാണ്. മൂന്ന്, നാം സ്നേഹിക്കപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എളിയവരായ നമ്മെയും സ്നേഹിക്കുന്നു. അപ്പോൾ ഈ പിതാവ് ആരാണ്, അല്ലെങ്കിൽ ഈ പിതാവിന്റെ പ്രത്യേകതകൾ, ചില കുറിപ്പുകൾ മത്തായി സുവിശേഷത്തിന്റെ 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ഇപ്പോൾ വായിക്കേണ്ടതില്ല, മത്തായി സുവിശേഷം 5, 6, 7 നമുക്കറിയാം അനേക തവണ ആവർത്തിച്ചു വരുന്നൊരു പദമാണ് പിതാവ് എന്നുള്ളത്. പിതാവായ ദൈവത്തെ കുറിച്ച് കർത്താവ് തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ പറയുകയാണ് പിതാവ് ആവർത്തിച്ച്. ആ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ പിതാവിന്റെ പ്രത്യേകതകൾ കാണാൻ സാധിക്കും. എന്നാൽ എല്ലാം പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഈ പിതാവിന്റെ സ്നേഹത്തിലുള്ള സുരക്ഷിതത്വം മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി 5:48 നാം വായിക്കുമ്പോൾ പിതാവിന്റെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി 5:48 നമ്മുടെ പിതാവായ ദൈവത്തെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവൻ സൽഗുണപൂർണ്ണനാണ്. അപ്പോ നമ്മുടെ പിതാവിന്റെ ആ സ്നേഹത്തിലുള്ള സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ ഈ പിതാവ് ഒരിക്കലും തെറ്റായ കാര്യങ്ങളുള്ളവനല്ല, നല്ലത് മാത്രം നിറഞ്ഞിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുകയില്ല, തെറ്റ് അവനിലില്ല, തിന്മ അവനിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവന്റെ സ്നേഹത്തിൽ പൂർണ്ണ സുരക്ഷിതത്വമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. 6:4 മത്തായി 6:4 ഓക്കെ. അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാണുന്നവനാണ്, രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ്. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, രഹസ്യ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ ഒരു പ്രത്യേകത നാം വളരെ വ്യക്തമായി കാണുന്നവനാണ്. അപ്പോൾ നാം കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും നന്നായി കാണുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് വരും. അപ്പോ എന്താ അതിൽ സുരക്ഷിതത്വമുള്ളത്? നമ്മുടെ കർത്താവ് കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് കണ്ട പല കാര്യങ്ങൾ ഈ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ അതിന്റെ ഗുണഭോക്താക്കളായവരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ കർത്താവ് നമ്മെ ആയതുപോലെ കാണുന്നു എന്നുള്ളത് അതിൽ തന്നെ സുരക്ഷിതത്വം അടങ്ങിയിരിക്കുന്ന ഒരു സത്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 6:9 മത്തായി 6:9 മതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പോ പിതാവിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്ന സ്വർഗസ്ഥനായ എന്നുള്ള പദം നമ്മെ ഓർമ്മിക്കുന്നത് അവൻ
സ്വർഗസ്ഥനാണ് എന്ന് വെച്ചാൽ പരമാധികാരിയാണ്. പരമാധികാരി എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാം നിയന്ത്രിക്കുന്നത് എന്റെ പിതാവാണ്, എന്റെ ഡാഡിയാണ്, എന്റെ പപ്പയാണ്. ശരിക്കും അബ്ബാ പിതാവ് എന്നുള്ളത് റോമാലേഖനത്തിൽ 8-ാം നാം വായിക്കുന്നുണ്ട്. അത് ശരിക്ക് അബ്ബ എന്നുള്ളത് അതേ എബ്രായ പദം തന്നെ തർജ്ജമ കൂടാതെ അതേ പ്രകാരം ഹല്ലേലൂയ എന്നുള്ള പദം ഉപയോഗിച്ചതുപോലെ തന്നെ ഉപയോഗിച്ചതാണ്. എന്നാൽ ശരിക്കും അവിടെ ഡാഡി അല്ലെങ്കിൽ പപ്പ അല്ലെങ്കിൽ അപ്പ, അപ്പച്ച എന്നുള്ള പ്രയോഗമായിരുന്നു മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് കുറെ കൂടെ കൃത്യത നൽകുന്ന പദമായിട്ട് തർജ്ജമ ചെയ്യേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ തർജ്ജമ ചെയ്ത ആളുകൾ അപ്പാ പിതാവേ എന്നുള്ള പ്രയോഗം ആ പദം തന്നെ അങ്ങനെ തന്നെ മൂലഭാഷയിൽ നിന്ന് എടുത്തെഴുതാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇവിടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോൾ എന്റെ ഡാഡി അല്ലെങ്കിൽ എന്റെ അപ്പച്ചൻ, എന്റെ അപ്പൻ അല്ലെങ്കിൽ എന്റെ പിതാവ് അവൻ പരമാധികാരിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ചിന്തിച്ചാൽ ഈ ലോകത്തിലെ സകലവും അവന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. പലപ്പോഴും നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള സംശയം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിന്ത, അതായത് എല്ലാം എന്റെ മിടുക്കൊണ്ടാണ്, എന്റെ കഴിവുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ഒരു രാജാവിന് വന്നു. അങ്ങനെ ആ രാജാവ് പരസ്യമായി പ്രസ്താവിച്ചു. പക്ഷേ ചില വർഷങ്ങൾ കൊണ്ട് ദൈവം ഈ സത്യം ആ രാജാവിനെ പഠിപ്പിക്കാനിടയായിത്തീർന്നു. ആ രാജാവിന്റെ പേര് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാണെന്ന് പറയാമോ? വെരി ഗുഡ്, നെബൂഖദ്നേസർ രാജാവ്. നമുക്കൊന്ന് വായിക്കാം. ദാനിയേലിന്റെ പ്രവചനം 4:30. ആദ്യം ദാനിയേലിന്റെ പ്രവചനം 4:30. അതിനുശേഷം അവൻ പഠിച്ച പാഠം 35-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഓക്കെ, ആ 30 നാം വായിക്കുന്നത് എന്റെ ധനമഹാത്മ്യത്താൽ, എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് പണിത മഹതിയാം ബാബിലോൺ. അപ്പൊ ഈ രാജാവ് വിചാരിച്ചത്, അന്ന് കാലത്ത് നമുക്കറിയാം, ഇന്നത്തെ അമേരിക്ക പോലെ അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകം അടക്കി വാണിരുന്ന കാലഘട്ടം പോലെ അന്ന് കാലത്ത് പ്രബലമായ സാമ്രാജ്യത്വ ശക്തിയായിരുന്നു ഈ ബാബിലോൺ എന്ന് പറയുന്നത്. ആ ബാബിലോണിലെ പ്രധാനപ്പെട്ട മഹാനായ രാജാവായിരുന്നു നെബൂഖദ്നേസർ. അപ്പൊ നെബൂഖദ്നേസർ വിചാരിച്ചു, ഇതൊക്കെ നിയന്ത്രിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന് ഒരു അവിശ്വാസിയായിരുന്ന നെബൂഖദ്നേസർ പ്രസ്താവിച്ചപ്പോൾ ദൈവം അവനെ കൊണ്ട് തന്നെ ചില കാലഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് പറയുന്ന വാക്യമാണ് 35-ാമത്തെ വാക്യം, 4:35. ഓക്കെ, അപ്പോ ദൈവം പരമാധികാരിയാണ്, സ്വർഗസ്ഥനാണ് എന്ന് വെച്ചാൽ അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഒരു അവിശ്വാസിയായ രാജാവ് ദൈവത്തിന്റെ പാഠശാലയിലൂടെ കടന്നു പോയപ്പോൾ പഠിച്ചു. എന്റെ ചോദ്യം ഇതാണ്, അവന്റെ മക്കളായ നമുക്ക് ഈ സത്യം വിശ്വാസമായി പരിണമിക്കുന്നുണ്ടോ? ഇതും ഈ നാളുകളിൽ എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. ദൈവം അറിയാതെയും അനുവദിക്കാതെയും അല്ല ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നത്. അവന്റെ കൈ തടുക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഇങ്ങനെയുള്ളവനാണ് എന്റെ പിതാവ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? പലപ്പോഴും അതിൽ വളരെ ചെറിയ ശതമാനമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം അരിഷ്ടകരമായും ഉത്കണ്ഠ നിറഞ്ഞതായും അതുപോലെ തന്നെ ആകുലപ്പെടുന്നതായും പിന്നെ പെട്ടെന്ന് കോപിക്കുന്നതായും ഒക്കെ തീരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പരദേശി മോക്ഷയാത്ര എന്ന ഗ്രന്ഥം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതില് പരദേശി എന്ന യാത്ര ഇടുക്കമുള്ള വഴിയിലൂടെ പോകുമ്പോൾ തന്നെ വിഴുങ്ങുവാനായിട്ട് രണ്ട് സിംഹങ്ങൾ ഇങ്ങനെ വരികയാണ്. നിങ്ങളത് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ചുരുക്കി പറയാം. ഇടുക്കമുള്ള വഴി, എപ്പോഴും പരദേശി പോകുന്നത് ഇടുക്കമുള്ള വഴിയാണ്, എന്നാൽ വിശാലമുള്ള പാത അവൻ കാണുന്നുണ്ട്. പക്ഷെ ഇടുക്കമുള്ള വഴിയിലൂടെയാണ് അവൻ പോകുന്നത്. ആ ഇടുക്കത്തിൻ്റെതായ സകല പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ സുഖവും താൻ അനുഭവിച്ചുകൊണ്ട് പോകുമ്പോൾ
പെട്ടെന്നാണ് തന്നെ ഭയപ്പെടുത്താനായിട്ട് രണ്ട് സിംഹങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഭയം ഉളവാക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവന്റെ നോട്ടം ആ സിംഹത്തിന്റെ നോക്കിയപ്പോൾ അത് ചങ്ങലക്കിട്ട സിംഹമാണ്. ആ സിംഹത്തിന്റെ ചങ്ങല അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഒരു സിംഹമാണ്. ആ സിംഹത്തിന് ഭയപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ, തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ എപ്പോഴാണോ ഈ വഴി വിട്ട് പുറത്തു പോകുന്നത്, ഇടുക്കമുള്ള പാത വിട്ട് പുറത്തു പോകുമ്പോൾ ഈ സിംഹത്തിന്റെ ആക്രമണം നേരിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ചങ്ങലയുടെ നിയന്ത്രണത്തിലാണ് ഈ സിംഹം ഉള്ളത് എന്നുള്ളത് കണ്ട ഈ പരദേശി ധൈര്യമായിട്ട് ഇടുക്കമുള്ള പാതയിലൂടെ മുന്നോട്ട് പോയതായിട്ട് പരദേശി മോക്ഷയാത്രയിൽ ജോൺ ബനിയൻ മനോഹരമായിട്ട് രചിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മുടെ പിതാവിൽ നമുക്ക് പൂർണ്ണ സുരക്ഷിതത്വമുണ്ട്. ഈ പിതാവ് പൂർണ്ണ സുരക്ഷിതത്വമുണ്ടെന്ന് പറയാൻ കാരണം അവൻ പരമാധികാരിയാണ്. അവൻ അറിയാതെയും അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള പിതാവിൽ പൂർണ്ണമായിട്ട് വിശ്വാസം വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ സുരക്ഷിതത്വം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മറ്റൊരു കാര്യം ഈ പിതാവിനെ കുറിച്ച് മത്തായി സുവിശേഷം 6:11 കാണുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ പ്രാർത്ഥനയിൽ തന്നെയാണ് ഈ പിതാവിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ നൽകണമേ എന്ന് പറയുമ്പോൾ, തരയണമേ എന്ന് പറയുമ്പോൾ തന്നെ ആ ക്രിയാപദം നമ്മെ ഓർപ്പിക്കുന്നത് ഈ പിതാവ് നൽകുന്നവനാണ്. അന്നത്തേക്കുള്ള ആവശ്യങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതോടുകൂടെ നിങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ തരും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട്. അപ്പൊ അതിൽ സുരക്ഷിതത്വമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്ന 6:26 6:26 പുലർത്തുന്നവനാണ്. യെസ്, അത് മതി. പുലർത്തുന്നവനാണ് എന്നുള്ള പാഠം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 6:32 മത്തായി 6:32 മറ്റൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അറിയുന്നവനാണ്. അപ്പൊ ഞാൻ കൂടുതൽ വിശദീകരിച്ച് വലിച്ചു നീട്ടുന്നില്ല. ഈ പിതാവിന്റെ സ്നേഹം, പുത്രനെ പിതാവ് എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ എളിയവരായി നമ്മെയും സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത കുറച്ച് 1-1.5 വർഷങ്ങളായിട്ടേ ഉള്ളൂ ആ ചിന്തയാൽ സ്വാധീനിക്കപ്പെടാനിടയായിട്ട് തീർന്നിട്ട്. അപ്പോൾ ആ പിതാവിന്റെ ചില പ്രത്യേകതകൾ ഒന്ന് എന്നോട് ചേർത്ത് പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതില് വീണ്ടും എന്നെ സ്ട്രൈക്ക് ചെയ്തത് അവൻ പരമാധികാരിയാണ്. ഈ ലോകത്തിൽ സകലവും അവന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. അത് വിശ്വസിക്കുവാൻ ആ സത്യം വിശ്വാസമായി നമ്മിൽ പരിണമിച്ചെങ്കിൽ മാത്രമേ നിരാശ കൂടാതെ ഈ ലോകത്തിൽ കാണുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കർത്താവ് അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടും അവന്റെ സർവാധികാരത്തിലും സർവജ്ഞാനത്തിലുമാണ് എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടു കൂടി ജ്ഞാനം തുടരാൻ നമ്മെ സഹായിക്കുന്നതാണ്. അപ്പൊ സ്നേഹിക്കപ്പെട്ടതിനാൽ നാം സുരക്ഷിതരാണ് എന്നുള്ളതാണ് 3-ാമത്തെ കുറിപ്പായിട്ട് പറയാനിടയായിട്ട് തീരുന്നത്. 4-ാമത്തെ കുറിപ്പ് എന്ന് പറയുന്നത് നാം 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. ആ ക്രിയാപദം സൂക്ഷിക്കപ്പെട്ടു എന്നുള്ള ക്രിയാപദം വേറെ തർജ്ജമയിൽ മറ്റൊരു ആശയമാണ് വിശുദ്ധീകരിക്കപ്പെട്ടു എന്നത്. എന്നാൽ മൂലഭാഷയിൽ ഇത് തന്നെയാണ് ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് തന്നെയാണ് വായിക്കുവാനും മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, എന്തുകൊണ്ടാണ് സുരക്ഷിതരായിരിക്കുന്നത്? നാം സൂക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നാം സൂക്ഷിക്കപ്പെട്ടവരായതിനാൽ നാം സുരക്ഷിതരാണ്. സൂക്ഷിക്കപ്പെടുക, ഈ സൂക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആശയചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നു. എന്നാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ചില പാക്കേജ് പോലെ ചില കുറിപ്പുകൾ വേഗത്തിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ് ഈ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ശരിയായ രീതിയിലുള്ള അർത്ഥം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിനാധാരമായിട്ട് യോഹന്നാൻ 10:29 നമുക്ക് വായിക്കാം. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കുള്ള ഒരു സുരക്ഷിതത്വമാണ്. അത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വചനം തന്നെ നമുക്കത് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ 10:29
ഓക്കെ, 10:29 നാം വായിച്ചത് അവയെ തന്നിരിക്കുന്നു. 28 വായിക്കാമോ? ഓക്കെ, 29 തന്നെയാണ് അവയെ തന്നിരിക്കുന്ന എന്ന പ്രയോഗമാണ് തന്നിരിക്കുന്നു. അപ്പൊ ഞാനതിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് ഇങ്ങനെയാണ്, സമ്മാനം. പിതാവ് പുത്രന് കൊടുത്തിരിക്കുന്ന സമ്മാനമാണ് അവയ്ക്ക് എന്നുള്ളത്. ഈ അവയ്ക്ക് എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മയാണ്. അപ്പൊ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് പിതാവ് പുത്രന് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നാം പുത്രന് സമ്മാനമാകിയാൽ അല്ലെങ്കിൽ വിലപ്പെട്ട ഒരു ദാനമായി പിതാവ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ്, അങ്ങനെയാണ് നാം അവിടെ വായിച്ചത്. 29-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 10:29 അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ്. അപ്പോ പിതാവ് പുത്രന് കൊടുത്ത സമ്മാനങ്ങളാണ് ഞാനും നിങ്ങളും. അപ്പോ നമുക്കറിയാം, നമുക്കൊരാൾ സമ്മാനം തന്നാൽ നാം സമ്മാനം സൂക്ഷിക്കുമോ അതോ നശിപ്പിക്കുമോ? ഒരിക്കലും നശിപ്പിക്കുകയില്ല. തീർച്ചയായും നാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ വേദഭാഗത്തിൽ നിന്നാണ് ചില ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നത്. രണ്ടാമത്തെ കാര്യം, 10:28 നാം വായിച്ചു കേട്ടതുപോലെ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. നിത്യമായ ജീവൻ, അവന്റെ ജീവൻ തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങള് ചർച്ചിലുണ്ടായിരുന്ന സൈലസങ്ങള് അവസാന കാലഘട്ടത്തിൽ താൻ കുറേ നിരന്തരമായി ബൈബിൾ ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ്സിലൊക്കെ ആള് ഗ്രന്ഥങ്ങളായിട്ട് സഭയ്ക്ക് നൽകിയിരുന്നു. അപ്പോ അദ്ദേഹം പറയാറുള്ളത് ഒരു ആശയം ഇങ്ങനെയാണ്: ഞാനിപ്പോ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയാൽ, ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാനിപ്പോൾ വിട്ടുപിരിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ, ഇപ്പോൾ ഞാൻ മരിച്ചാൽ ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് അപ്പം തന്നെ എത്തി. അപ്പൊ ഞാൻ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ, കാരണം ആ ജീവൻ എന്നിലുണ്ട്. അത് വിട്ടു പിന്നെ കുഴിച്ചിട്ടതിന് ശേഷം നല്ല പോകുന്നത്. അപ്പോൾ തന്നെ ആ ഉടയവനായ കർത്താവിന്റെ അടുക്കിലേക്ക് തന്നെ പോവുകയാണ്. അതിനായി ഞാൻ കൊതിക്കുന്നു എന്നുള്ള ധ്വനികൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് വരും. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുകയാണ്, നിത്യജീവൻ നൽകി. അപ്പൊ ദൈവത്തിന്റെ ജീവൻ നമുക്കുള്ളത് കൊണ്ട് അതിൽ പരം സുരക്ഷിതത്വം വരെ ഈ ലോകത്തിലെ ജീവിതത്തിന് എന്തെങ്കിലും സുരക്ഷിതത്വം ഇല്ല. ഞാൻ ഇന്ന് സ്കൂളിൽ ഞങ്ങൾക്ക് പാഠപുസ്തക വിതരണത്തോടുള്ള ബന്ധത്തില് കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ അവിടെ ഒരു ടീച്ചർ സിസ്റ്ററാണ്. ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം പറയുന്നത്, ഒരു റിലേറ്റീവ് വാഹനത്തിൽ വരികയായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ്. നല്ല കഴിവുള്ള മിടുക്കുള്ള ഒരു വ്യക്തിയാണ്. ഒരു 10-55 വയസ്സ് കാണും. സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. വണ്ടിക്കോ ഇടിച്ച കാരണോ ഒന്നും പറ്റിയില്ല. ഉയർന്ന രക്തസമ്മർദ്ദമായിരുന്നു കാരണം വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ തല ഇടിച്ച് വീണതുകൊണ്ട് തലയിൽ 2 നെർവുകൾക്ക് ചെറിയൊരു ക്ഷതം ഏറ്റിട്ടേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഡിലേ പോയി. ഇപ്പോ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ, ഇത് ഭാര്യയാണോ എന്ന് ആൾക്കറിയുന്നില്ല. ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ടീച്ചർ പറയുന്നത് 2 നെർവിന് ചെറിയൊരു ക്ഷതം പറ്റിയപ്പോ റിലേ പോയി. ഇപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൂടി പരിചയപ്പെടുത്തേണ്ട അവസ്ഥയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഈ ലോകത്തിലെ ജീവനൊക്കെ ഇത്ര മാത്രമേ സുരക്ഷിതത്തുള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന തലയിൽ വീഴുകയും ഫാൻ കുട്ടി വീഴുകയും ചിലപ്പോ 2 നെർവ് എന്റെ നിലയിൽ പോകും. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ ചിലപ്പോ അറിയില്ല. പക്ഷെ ഈ ലോകത്തിലുള്ള എല്ലാ സുരക്ഷിതത്വം ചെറിയ പരിധിയുണ്ട്. എന്നാൽ നിത്യമായ ജീവൻ അനുഭവിക്കുന്നവരാണ്, ദൈവത്തിന്റെ ജീവനുള്ളവരാണ്. ഇതിൽ പരം സുരക്ഷിതത്വം വേറെ ഇല്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്തായിട്ട് 10:29 തന്നെ നാം വായിക്കുന്നത് ഒരു പ്രയോഗമാണ്, പിതാവ് എന്നുള്ളത്. മറ്റൊരു കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോണു, പുത്രൻ അതിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ എഫേസ്യർ 1:14 പരിശുദ്ധാത്മാവ് എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഈ സൂക്ഷിക്കപ്പെട്ടതിനാൽ എന്നുള്ള പ്രയോഗം വന്നപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത്, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ വേദഭാഗം ധ്യാനിക്കാൻ ഇടയായിത്തീരുന്നത്. അപ്പോഴാണ് ഇത് പിതാവിന്റെ കയ്യിൽ നമ്മളാണ് ഇരിക്കുന്നു, പുത്രനാം ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു തിരുവഴുത്തത് പറയുന്നു. മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മൾ വായിക്കേണ്ടതില്ല, നമുക്കറിയാം.
മുദ്ര എന്ന് പറയുന്നത് ഉറപ്പിനെയും ഉടമസ്ഥതയെയും സൂചിപ്പിക്കുന്നു. അപ്പോ ഇങ്ങനെ പിതാവുണ്ട്, പിതാവിന്റെ കരങ്ങളിലാണ്, പുത്രന്റെ കരങ്ങളിലാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നവരാണ്. അത് ഉറപ്പിനെയും ഉടമസ്ഥതയെയും സൂചിപ്പിക്കുന്നു. അപ്പൊ അവന്റെ ജീവനാണ് നമ്മിലുള്ളത്. നമ്മെ അവന് സമ്മാനമായി പിതാവ് പുത്രന് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഫലം സുരക്ഷിതത്വം നമുക്ക് മറ്റെന്താണുള്ളത്? പലപ്പോഴും ഇങ്ങനെ നാം പറയാറുണ്ട്, നമ്മൾ സൂക്ഷിക്കുന്നത് ഈ എന്നെ കരുതുവാൻ പാലിപ്പാൻ യേശു എന്ന് മതിയായ എന്ന് പാടുമ്പോഴേ അതിൽ ചില വരികളൊക്കെ പാടുമ്പോൾ ചിലപ്പോ വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ വലിയൊരു ആശുപത്രി കേസ്, അപ്പൊ വലിയ മാപത്തിൽ അങ്ങനെയൊക്കെയുള്ളത് വരുമ്പോ അപ്പൊ എന്ത് അതുപോലെ ഇതിന്റെ കാൽ കഴുകുവാൻ സമ്മതിക്കുകയില്ല, അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മുടെ കാലം വഴുതി വീഴും ഒടിഞ്ഞു, അപ്പോഴൊക്കെയാണ് അത് ഭയം. അങ്ങനെ വേണ്ട ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്നതല്ല അപ്പൊ എങ്ങനെ വരുന്നത്. അപ്പോൾ ഈ പരദേശി മോക്ഷയാത്രയുടെയും അതുപോലെ തന്നെ യൂദയുടെ ലേഖനത്തിന്റെ പഠനവും അതിനുത്തരം എനിക്ക് ബോധ്യപ്പെടുത്തുന്നു. എനിക്കറിയാമായിരിക്കാം, പക്ഷെ എനിക്കത് മനസ്സിലാക്കി തന്നത് ഇങ്ങനെയാണ്. ആ ഇടുങ്ങിയ വഴിയിലൂടെ പരദേശി പോയപ്പോൾ സിംഹങ്ങൾ വന്നു. പക്ഷെ അത് നിയന്ത്രിക്കപ്പെട്ട സിംഹമാണ്, ഇവന് മേൽ ഒന്നും ചെയ്യാൻ സാധിക്കും. പക്ഷെ ആ സിംഹം അറ്റാക്ക് ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? ഈ ഇടുങ്ങിയ പാതയിലൂടെ, ഇടുക്കുള്ള വഴിയിലൂടെ, ഞെരുക്കമുള്ള ഈ പാതയിലൂടെ സഞ്ചരിക്കാതെ അപ്പുറത്ത് നോക്കുമ്പോ, പ്രദേശം അപ്പുറത്ത് നോക്കുമ്പോ വിശാലമായ പാതയാണ് കാണുന്നത്. ആ വിശാലമായ പാതയിലേക്ക് പോകാനുള്ള ടെൻഡൻസി വന്ന് അതിലേക്ക് പോകുമ്പോൾ ഉടനടി സിംഹങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ കീഴടക്കാൻ പരിക്കേൽപ്പിക്കാൻ സാധിക്കും. അപ്പൊ എനിക്കത് മനസ്സിലായി, വരും ആപത്തിൽ നല്ല തുണ തന്നെയാണ്. പക്ഷേ ആപത്തുകളിൽ തുണിയുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പ്രതിസന്ധി നാം ആ ഇടുക്കു വഴി വാതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ അനുവദിക്കപ്പെട്ട ഒരു പാതയുണ്ട്. ദൈവമക്കൾക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വേലി കെട്ടിയിട്ടുള്ള മനോഹരമായ ഒരു വഴിയുണ്ട്. അത് വിശാലമായതൊന്നുമല്ല, ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. പക്ഷെ ഞാനും നിങ്ങളും അതിൽ ഇടുക്കവും ഞെരുക്കവും അനുഭവിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നീരോട്ടമുള്ളതായിട്ട് തോന്നും, ലോകത്തിനെ പോലെ. അപ്പൊ നമുക്ക് അങ്ങനെ ചാഞ്ചാട്ടം വരും. അങ്ങനെ ചാഞ്ചാടുമ്പോൾ ചെറിയ താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്ന, ശിക്ഷിക്കുന്ന പ്രക്രിയയിലൂടെ പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യൂദയുടെ ലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പരിധിയെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 21-ാമത്തെ വാക്യത്തിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പോകുവാനായിട്ടൊരു വഴിയുണ്ട്. അത് വിട്ടു പോകുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അതല്ലാതെ ദൈവത്തിന്റെ സൂക്ഷ്മതക്കുറവൊന്നുമല്ല എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒടുവിലായിട്ട് ഈ രണ്ട് വാക്യത്തിൽ നിന്ന് പഠിക്കാവുന്ന സുരക്ഷിതത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അനുഗ്രഹിക്കപ്പെട്ടതിനാൽ എന്നുള്ളതാണ്. 2-ാമത്തെ വാക്യം തന്നെ നമുക്ക് അതിന്റെ ഉത്തരം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോ നിങ്ങൾക്ക് കരുണ, സമാധാനം, സ്നേഹം അത് വർദ്ധിക്കണം. അപ്പൊ ആ പ്രയോഗം തന്നെ ഇംഗ്ലീഷിൽ മൾട്ടിപ്ലൈ ടു യു എന്നുള്ളതാണ്. അപ്പൊ അത് കൊണ്ടുവരുന്നത് എന്താ? മൾട്ടിപ്ലൈ, വർധനം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തിരുവഴുത്തിന്റെ ഭാഷയിൽ ഒരു ബ്ലെസ്സിങ്ങിന്റെ ചിത്രമാണ്. ഇത് വരണ്ട് ഉണങ്ങി ശോഷിച്ചു പോയി എന്നുള്ള ആശയമല്ല, ഇങ്ങനെ പന്തലിച്ച് എന്നുള്ള ഒരു ആശയമാണ് ലളിതമായ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ തലക്കെട്ട് കൊടുക്കാൻ ഇടയായിട്ട് തീരുന്നത്. എന്തുകൊണ്ട് സുരക്ഷിതരാണ്? നാം അനുഗ്രഹിക്കപ്പെട്ടവരായതിനാൽ. അപ്പൊ ആ അനുഗ്രഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെയുണ്ട്. ആ പദങ്ങൾ തന്നെ വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമതായിട്ട് അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ പറയുന്നത് കരുണ ലഭിച്ചതിനാൽ. കരുണ എന്നുള്ളതാണ്. കരുണയുടെ അർത്ഥം അറിയാത്തവരല്ല നിങ്ങളിൽ ഞാൻ വിചാരിക്കുന്നു. കരുണ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? കരുണ എന്നുള്ളതിന് രക്ഷയോടുള്ള അർത്ഥം കരുണ, മേഴ്സി എന്നാണ് ഇംഗ്ലീഷ്. മേഴ്സി, കരുണ. അർഹിക്കുന്ന ശിക്ഷ നരകം തരുന്നില്ല, അർഹിക്കുന്നില്ല. കൃപ എന്ന് വെച്ചാൽ അർഹിക്കാത്തത് തരുന്നു. രക്ഷയോടുള്ള ബന്ധത്തിലാണ്, എന്നാൽ കൃപയുടെ
അനുദിന ജീവിതത്തിലുള്ള അർത്ഥം എന്താ? കൃപധരണെ പ്രാർത്ഥനയിൽ ഓർക്കും. കൃപധരണെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സഹായം എന്ന്. ഇതുപോലെ കരുണയ്ക്കും ഒരു പ്രായോഗിക അർത്ഥമുണ്ട്. കർത്താവ് ഈ പ്രഭാഷണത്തിൽ പറഞ്ഞു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ എന്താ? അർഹിക്കുന്ന നരകം തരാത്തവർ, അങ്ങനെയുള്ള ആശയമാണോ? ഓക്കെ, അതെടുക്കാം. പക്ഷെ പ്രായോഗികമായി മൂലഭാഷയിൽ നൽകുന്ന അർത്ഥം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമല്ലോ. കർത്താവിന്റെ കാലഘട്ടത്തിലേക്ക് പോകാം. എടുക്കേണ്ടതില്ല, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കർത്താവിന്റെ കാലഘട്ടത്തിൽ ഭർത്തിമായി ഗുരുടരൊക്കെ പറഞ്ഞു, കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കുകയും. അപ്പൊ അങ്ങനെ ഒരു പുറകെ നിലവിളിക്കുകയാണ്. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ ആ പ്രശ്നം പരിഹരിച്ചു. അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. ആവശ്യത്തിലിരിക്കുന്നവന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുക, ആവശ്യത്തിലിരിക്കുന്നവരുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുക. അതാണ് കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളത് കർത്താവ് ഗിരി പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് കരുണ ലഭിച്ചു എന്ന് വെച്ചാൽ ഈ രണ്ട് ആശയം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അർഹിക്കുന്ന നരകശിക്ഷ നമ്മിൽ നീങ്ങി, മാത്രമല്ല നമ്മുടെ ആവശ്യത്തിലിരിക്കുന്ന ആവശ്യം അവൻ നിറവേറ്റി തരും. അത് അധികം വർദ്ധിച്ചു വരണം. എപ്പോഴാണ്? നാമും മറ്റുള്ളവരോട് അത് കാണിക്കുമ്പോഴാണെന്നുള്ളത് ഗിരി പ്രഭാഷണത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ പറയുന്നത് കരുണയും സമാധാനവും എന്നുള്ളതാണ്. സമാധാനം എന്താണ്? സമാധാനം എന്നുള്ളതിന്റെ അർത്ഥം, സമാധാനം ഇവിടെ നമുക്കറിയാം ദൈവത്തോടുള്ള സമാധാനം, ദൈവിക സമാധാനം എന്നുള്ള രണ്ടാശയം. ഇപ്പൊ കൃപയ്ക്കുള്ളത് പോലെ തന്നെ കരുണയ്ക്കുള്ളത് പോലെ തന്നെ സമാധാനത്തിന് തിരുവെഴുത്ത് രണ്ടർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആന്തരിക സ്വസ്ഥത. അതായത് അത് മനസ്സിലാക്കാൻ വചനം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ പറയാ, പൗലോസും ശീനാസും ശക്തമായിട്ട് അടിയിടി അവർ കാരാഗ്രഹത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് പാടി സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ ഇടയായിട്ട് തീർന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ആന്തരിക സ്വസ്ഥത, സമാധാനം അവർ അനുഭവിച്ചതുകൊണ്ടാണ്. പത്രോസ് യാക്കോബിനെ ശിരച്ഛേദം ചെയ്തു. അപ്പോസ്തലർ 12. ഇപ്പോഴത്തെ പത്രോസിനെ പിടിച്ച് തടവിലാക്കിയിരിക്കുന്നു. അധികം താമസം പിന്നെ പത്രോസും യാക്കോബും പോയി അതേ വഴിയിലൂടെ പോവുകയാണ്. പക്ഷെ പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. ദൂതൻ വന്നവനെ തട്ടി ഉണർത്തേണ്ട ആവശ്യം എവിടെയാണ്? ഇന്നത്തെ പോലെ ഓൺലൈൻ നല്ല സുഖം അല്ലെങ്കിൽ ഗ്യാരണ്ടിയില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ട്രെൻഡായിട്ട് കാണുന്നു. പക്ഷെ അങ്ങനെയുള്ള ബെഡിലൊന്നും ഇല്ല പത്രോസിന്റെ. റോമൻ കാരാഗ്രഹത്തിനാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ കിടക്കുമ്പോഴും അവൻ സുഖമായി ഉറങ്ങുന്നു. ദൂതൻ വന്ന് തട്ടി വിളിക്കേണ്ട ഒരവസ്ഥ. കാരണം എന്താ? ഈ ആന്തരിക സ്വസ്ഥത അത് വർദ്ധിക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മളിവിടെ കാണുന്നത് സ്നേഹം എന്നുള്ളതാണ്. സ്നേഹം വർദ്ധിക്കട്ടെ എന്നുള്ള ആശയമാണ് കാണുന്നത്. സ്നേഹത്തിന്റെ ഡെഫിനിഷൻ അറിയാമോ? സ്നേഹം അകപ്പേ സ്നേഹമാണ് ഇവിടെ പോലും ആശയം ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആത്യന്തിക നന്മയാണ് ആ കാണിക്കുന്ന മനോഭാവത്തെയാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹം ലഭിച്ചവരാണ് നാം എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരി 4:14 വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, അത് ലഭ്യമാണ്. ഈ കൃപയും കരുണയും സ്നേഹവും ഒക്കെ കൃപാസനത്തിൽ ലഭ്യമാണെന്നുള്ളത് ഫെബ്രുവരി 4:16 വായിക്കുന്നുണ്ട്. അവിടെ നോ സ്റ്റോക്ക് ബോർഡ് ഇല്ല. നമുക്കറിയാം, നമ്മളിപ്പോ അത്യാവശ്യമായിട്ട് പെട്രോൾ പമ്പിലേക്ക് പോയി പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ കയറി ഇട്ടിട്ടില്ല, സ്റ്റോക്ക് ഇല്ല. കഴിഞ്ഞ ആഴ്ച അവിടെ ഗൂഗിൾ പേ ഇല്ല, പൈസ തന്നെ കൊടുക്കണം. അപ്പൊ നമ്മുടെ പൈസ ഇല്ലാതിരിക്കുമ്പോ അവിടെ പോയിക്കോളാൻ പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നം ഇവിടെ ഇല്ല. എപ്പോഴും എല്ലാം ലഭ്യമാണ്. മാത്രമല്ല 2 കൊരിന്ത്യർ 12:9 നമുക്കറിയാം, എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ എല്ലാത്തിനും മതിയായതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വർദ്ധിക്കുന്നതാണ്. ലൂക്കോസ് 9:23 അത് നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 9:23. ഓക്കെ, അപ്പൊ ഇത് വർദ്ധിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വർദ്ധിക്കാം? ഈ കരുണയും സമാധാനവും സ്നേഹവും ഒരു ദൈവ പൈതലിൽ എങ്ങനെ വർദ്ധിച്ച രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുക?
അതിനാണ് കർത്താവ് ദിനംതോറും ചെയ്യാൻ പറഞ്ഞ എക്സസൈസ്. നിങ്ങൾ വായിച്ചു വിചാരിക്കുന്നു, കർത്താവ് ഒരൊറ്റ കാര്യമാണ് എല്ലാ ദിവസവും ചെയ്യാൻ പറഞ്ഞത്. അതാണ് അത്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ സന്ദേശങ്ങളിൽ ആവർത്തിച്ച് വരും. ഞാൻ ഈയിടെ കുടുംബമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണത്. ദിനംതോറും ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കും. നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കും എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തന്നെ തന്നെ നിഷേധിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക. സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളിൽ അവിടെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിലെ പല ക്രൈസിസുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കുടുംബജീവിതമാകട്ടെ, തൊഴിലിടങ്ങളാകട്ടെ, സഭാജീവിതമാകട്ടെ സന്തോഷപ്രദമായിട്ട് തീരും. കാരണം എനിക്ക് അവിടെ ന്യായമായിട്ട് പറയാൻ സാധ്യതയുണ്ടെങ്കിലും ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രതികരിക്കാനായി സാധിക്കും? ഇതിൽ നാം വളർന്നു വന്നാൽ ഒരു 10% വളരുമ്പോൾ തന്നെ മാറ്റങ്ങൾ കുടുംബത്തിലും സഭയിലും വ്യക്തി ജീവിതത്തിലും തൊഴിലിടങ്ങളിലും കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നാൾക്ക് നാൾ ദിനംതോറും ചെയ്യാനാ പറഞ്ഞത്. ദിനംതോറും നാം കുളിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, ഉടുപ്പിടുന്നത് പോലെ ദിനംതോറും ചെയ്യാനാ പറയുന്നത്. അപ്പൊ സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ഞാൻ ഒരു പ്രശ്നം വരുമ്പോ, നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നാം വണ്ടി ഓടിച്ചു പോകുന്ന ഒരാള് വളരെ മോശമായ രീതിയിൽ നമ്മുടെ അടുത്ത് എതിരെ പ്രതികരിച്ചു. അപ്പൊ ഉടനടി നമുക്ക് ദേഷ്യപ്പെടാനായിട്ട് തോന്നും. പക്ഷെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യെസ്, ഇത് എക്സസൈസ് ചെയ്യാം. ഇതുപോലെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിളുകൾ, ദിവസങ്ങളിൽ ഇപ്പൊ ഭാര്യ ഭർത്താവിനുള്ള ബന്ധത്തിലായാലും അല്ല തൊഴിലിടങ്ങളിലായാലും, എങ്ങനെയാണോ നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യം, അപ്പൊ അയ്യോ ഞാൻ ക്രൂശിലാണ്, ക്രൂശിക്കപ്പെട്ടവനാണ്, പിന്നെ എനിക്ക് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭാജീവിതം എത്ര അപ്പോൾ ഈ സമാധാനം വർദ്ധിക്കും, ഈ സ്നേഹം വർദ്ധിക്കും. മാത്യു ഹെൻറി എഴുതിയിരിക്കുന്നത് പോലെ, മാത്യു ഹെൻറിയുടെ കമന്ററി മനോഹരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കമന്ററി അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു ഉദാഹരണം ഇതിനോടുള്ള ബന്ധത്തിൽ പറയുന്നത്, യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയപ്പോ താൻ ആകെ നമുക്കറിയാലോ പൈസക്കിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂശിക്കപ്പെട്ട അനുഭവമൊക്കെ ഉണ്ട്. ഡെയിലി ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ തന്നെ എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കും, ഇടവിടാതെ സ്തോത്രം ചെയ്യും എന്ന് താൻ വായിച്ച ആ വേദഭാഗം മനസ്സിലേക്ക് വരും. അപ്പോ താൻ ചിന്തിച്ചു, ഇടവിടാതെ സ്തോത്രം ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്തോത്രം ചെയ്യണ്ടേ, അപ്പൊ ഇങ്ങനെ സ്തോത്രം ചെയ്യേണ്ട പണം പോയത്. അപ്പൊ താൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് കുറിച്ച് വെച്ചിട്ട് ഓർമ്മയെന്ന് പറയാണ്. അപ്പൊ താൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എന്തായാലും ഞാൻ പോക്കറ്റ് അടിച്ചില്ലല്ലോ. അപ്പൊ സ്തോത്രം ചെയ്യുന്ന കാര്യം, ഞാൻ ആരുടെയും പൈസ അപഹരിച്ചില്ലല്ലോ. സ്തോത്രം മാത്രമല്ല, എന്റെ എല്ലാ പൈസയും പോയില്ലല്ലോ. ആ പേഴ്സിൽ ഉണ്ടായതല്ലേ പോയുള്ളൂ. സ്തോത്രം മാത്രമല്ല, എന്റെ ജീവനൊന്നും പോയില്ലല്ലോ. അങ്ങനെ അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഞാൻ കുറിച്ച് വെക്കാത്തതുകൊണ്ട് കറക്റ്റ് ഫാക്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഓർമ്മയെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്ന എങ്ങനെയാണ്? നിരന്തരമായി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ അനുദിനം നാം പാലിക്കാൻ കർത്താവ് പറഞ്ഞ പ്രമാണം നമ്മിൽ വിശ്വാസമായി പരിണമിക്കണം. അല്ലെങ്കിൽ ഇത് കേവലം ഒരു അറിവായിരിക്കും, ഒരു പ്രയോജനവും നമുക്കുണ്ടാവുകയില്ല. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും, നമ്മുടെ ജീവിതത്തിലെ മാറ്റം ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് സമൃദ്ധമായി ഈ കരുണയും കൃപയും സമാധാനവും ഒക്കെ നമ്മൾ വർദ്ധിക്കാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പൊ ഞാൻ 2 വാക്യം വിടുകയാണ്. ഇനിയും കുറെ പാഠങ്ങൾ നമുക്ക് അതിലുണ്ട്. ഞാൻ എത്ര മതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കാം. അതിൽ നിന്നാണ് രണ്ടാമത്തെ പാഠം ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള സമയം കൊണ്ട് അത് വേഗത്തിൽ 3ഉം 4ഉം പറഞ്ഞു തീർക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ലിവിംഗ് ബൈബിൾ എന്ന് പറയുന്ന ലളിതമായ ഒരു ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോ അത് വായിക്കുമ്പോൾ തന്നെ ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇതിൽ തന്നെ വായിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ
സംശയങ്ങളായിരുന്നു. ഇത് വായിച്ചപ്പോൾ എനിക്ക് സംശയം പോയി. അപ്പൊ അത് ഞാനിത് ടൈപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലിവിംഗ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു. എക്സാക്ട് തർജ്ജമയല്ല, അത് കുറച്ചും കൂടി ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്ന തർജ്ജമയാണ്. ഇപ്പോഴും ഇതിന്റെ മലയാളം അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ പുതിയ നിയമമാണ് ഇതിനുള്ളത്. എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷ് വാല്യൂ പഴയ പുതിയ നിയമം അവൈലബിൾ ആണ്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് നൽകിയ രക്ഷയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് ഉടനെ എഴുതേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. ഓക്കെ, ഇത് തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ദൈവം തന്റെ ജനങ്ങൾക്ക് എന്നേക്കുമായി നൽകിയിരിക്കുന്ന വിശ്വാസം എന്ത് വില കൊടുത്തും മാറ്റം വരാതെ സംരക്ഷിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. ഉടനെ എഴുതേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു ഓർക്കണേ. മാത്രമല്ല, അടുത്ത ഭാഗം നാം വായിക്കുന്നത്, ഒരിക്കൽ ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ പിന്നെ ദൈവം ശിക്ഷിക്കുമെന്നുള്ള ഭയം കൂടാതെ നമുക്ക് ഇഷ്ടമുള്ളതെന്തും പ്രവർത്തിക്കാമെന്ന് പഠിപ്പിക്കുന്ന അബദ്ധരായ ചില ഉപദേഷ്ടാക്കന്മാർ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കടന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. അപ്പോ കുറെ കൂടെ ഒരു പരാവർത്തനം പോലെ, പദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അതായത് താഴെയുള്ള പരാവർത്തനം വായിച്ച പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത് പോലെ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യർക്ക് വരാൻ പോകുന്ന ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നുള്ള പാഠമാണ്, ഇതിൽ നിന്ന് എന്താ നമ്മുടെ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ഉള്ളത്, അതാണ് ഞാൻ ഇതിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട തലക്കെട്ട് ഇതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ പ്രയോഗവും അതുപോലെ ഇഷ്ടമുള്ളതിൽ നിന്നും പ്രവർത്തിക്കാമെന്നും അബദ്ധരായിട്ടുള്ളവർ, നുഴഞ്ഞു കടക്കുന്നവർ, വിരോധമായി പ്രവർത്തിക്കുന്നവർ ശിക്ഷാവിധിക്ക് അർഹരായി. അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് അടുത്തതായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമില്ല, ഈ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ അനുസരണമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന കാര്യങ്ങളുടെ ചിത്രമാണ്. അപ്പൊ നമുക്ക് ഈ 3-4 വാക്യങ്ങളിൽ ഇത് പഠിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ നിൽക്കുന്നവർ അവർ അനുസരണമുള്ളവരാണ്, അല്ലെങ്കിൽ അനുസരണമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു 5 കുറിപ്പുകൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ എങ്ങനെയത് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞ നേരത്തെ അണ്ടർലൈൻ ചെയ്തതുപോലെ കണ്ടോ, ഈ പറയുന്ന പ്രയോഗം ഉടനെ എഴുതേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. കാരണം ഈ ദുരുപദേഷ്ടാക്കന്മാർ വന്ന് അവർ പറഞ്ഞ കാര്യം ഇഷ്ടമുള്ളത് എന്താ പ്രവൃത്തി, ഒരിക്കലും നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലേ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷ ഭദ്രമാകിയാൽ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. അതാണ് നമ്മുടെ ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് എന്നുള്ള പ്രയോഗമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ അവരുടെ ആ ദുരുപദേഷ്ടക്കാരുടെ പ്രത്യേകം, അവർ അഭക്തരാണ്, ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ളത്. നുഴഞ്ഞു കടക്കുകയാണ്, നേരെ വരില്ല, നുഴഞ്ഞു കടക്കുകയാണ്, വിരോധമായി ശിക്ഷാവിധി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അനുസരണമില്ലായ്മയുടെ ഒരു ചിത്രമാകിയാൽ. അപ്പൊ ഇതിൽ നിഷേധാത്മകമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനത് ക്രിയാത്മകമായി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അനുസരണമുള്ളവരാണ്? 3-4 വാക്യത്തിൽ നിന്ന് 5 കുറിപ്പുകൾ പറഞ്ഞ് ആ ഭാഗം വിടാൻ വേണ്ടി ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമത്തെ പദം തന്നെയാണ് ആദ്യത്തെ ആശയമായിട്ടുള്ളത്. പ്രിയരെ എന്നുള്ള പ്രയോഗമാണ്. പ്രിയരെ, വിലവൻ എന്നാണ് നാം കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത്, നാം ദൈവത്തിന്, ഇവിടെ ഈ തന്റെ അനുവാചകരെയാണ് യൂദ പ്രിയരെ എന്ന് വിളിക്കുന്നത്. പ്രിയരെ എന്നുള്ളതിന് 2 ആശയം. യൂദയ്ക്ക് അവർ പ്രിയരാണ്, എന്നാൽ കുറെ കൂടെ യോജിക്കുന്ന ആശയം ഇവർ ദൈവത്തിന് പ്രിയരാണ് എന്നുള്ള, ദൈവത്തിന് ഏറ്റവും പ്രിയരാണ്. അപ്പൊ ഒരു കാലത്ത് അവർ അപ്രിയരായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ ദൈവത്തിന് പ്രിയരാണ്. എങ്ങനെയാണ് ദൈവത്തിന് പ്രിയരായത്? അപ്പൊ ഈ പദം വന്നപ്പോൾ ഉടനടി പോയത് നിങ്ങൾക്ക് ചിന്ത എവിടേക്ക് പോകുന്നത്? പ്രിയരെ എന്ന് പറയുന്നത്, നമ്മൾ അപ്രിയരായിരുന്നു, ഇപ്പൊ നാം പ്രിയരായതുകൊണ്ടാണ് പ്രിയരെ എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രിയരായത്? ഏതെങ്കിലും ഭാഗത്തേക്ക് നിങ്ങൾ ചിന്ത പോകുന്നുണ്ടോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നാം എങ്ങനെ പ്രിയരായി എന്നുള്ളത് നാം ആരാധന ചിന്തകളിലൊക്കെ പറയാറുള്ള കാര്യമാണെങ്കിലും
ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? ഓ യെസ്, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ. അപ്പൊ 3 പാഠങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടില്ല. ആ 6-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, പ്രിയരായത് എങ്ങനെയാ? പ്രിയൻ മൂലമാണ് പ്രിയരായത്. പ്രിയരായത് എങ്ങനെയാ? പ്രിയനായവനിൽ സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്താലാണ്. എന്തിനാ പ്രിയനായത്? പ്രിയനെ പോലെ ആകാനായിട്ടാണ് നാം പ്രിയൻ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരിക്കലും നമ്മൾ ആ ദൈവത്തിന് അപ്രിയരായിരുന്നു. എന്നാൽ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നിത്യമായ രക്ഷ ലഭിച്ചപ്പോൾ ഒരു കാലത്ത് അപ്രിയരായിരുന്നു നമ്മൾ, ഇന്ന് ദൈവത്തിന് പ്രിയരായിട്ട് തീർന്നു. ദൈവത്തിന് അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് അപ്രിയമായിട്ടുള്ളത് ചെയ്യരുത്. അപ്രിയരേ എന്നുള്ള പ്രയോഗം തന്നെ ഓർമ്മിക്കുന്ന പാഠമല്ല. ഇന്ന് നാം പ്രിയരായി തീർന്നിരിക്കുന്നു. നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണോ? അല്ല. ദൈവം തന്റെ പ്രിയനായവനിലാണ് നമ്മെ പ്രിയരാക്കി തീരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വം, നാം അനുസരണമുള്ളവരാകണം. ദൈവത്തിന് അപ്രിയമായിട്ടുള്ളതൊന്നും ഇനി നമുക്കുണ്ടാകരുത്. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ പ്രവൃത്തികൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ കാലം പോക്കരുത്. മാത്രമല്ല എഫേസ്യ ലേഖനം 2-ൽ നാം വായിക്കുന്നുണ്ട്, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമാണത് ചെയ്തുകൊണ്ട് കാലം പോക്കിയത് അത് ഇനി പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രിയരായതിനാൽ അനുസരണമുള്ളവരാണ് എന്നുള്ള ആശയം എടുക്കാനിടയായിട്ട് തീരുന്നത്. അടുത്തതായിട്ട് നാം 1-3 വായിക്കുന്നത് പോലെ ബന്ധമുള്ളതിനാൽ എന്നുള്ളതാണ്. 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പദം ആവർത്തിച്ച് വരുന്നുണ്ട്. അത് വേഗത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ? 3-ാം വാക്യം, യൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ ഒരു പദം ആവർത്തിച്ച് വരുന്നുണ്ട്. ഏകദേശം സാമ്യമുള്ള പ്രയോഗങ്ങളാണ്. അനുഗ്രഹം. ഓക്കെ, 1, 2, 4 ഏകദേശം സെയിം ആയിട്ടുള്ള ഒരേപോലെ ഇരിക്കുന്നത് ഇതുണ്ട്. ഞാൻ തന്നെ പറയാൻ സമയം പോകുന്നല്ലോ. പ്രിയരെ കഴിയുന്ന അടുത്ത പദം നമുക്ക്, നിങ്ങൾക്ക്, നമ്മുടെ. 3-ാം വാക്യത്തിലും 4-ലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ആ നമുക്ക്, നിങ്ങൾക്ക്, നമ്മുടെ എന്നുള്ള പ്രയോഗങ്ങൾ ആവർത്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നമുക്ക്, നമ്മൾ എന്ന് പറയുന്നത് ഒരു ബന്ധത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ബന്ധം എന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ ചില സത്യങ്ങളിലേക്ക് എന്റെ മനസ്സിൽ കടന്നു പോകാനിടയായിട്ട് തീർന്നു. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നമുക്കുള്ള ഏകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ 3 കാര്യങ്ങൾ. ശരീരം ഒന്ന്, അതിവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പേര് നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് അതുപോലെ വിശുദ്ധന്മാർക്ക് എന്നുള്ളത് ശരീരം ഒന്നാണ്. അതുപോലെ തന്നെ പൊതുവിലുള്ള രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം ഒന്നാണ്. അവിടെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചാണ് രക്ഷ. മാത്രമല്ല ആവശ്യമെന്ന് എനിക്ക് തോന്നി, അത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. കേവലം നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നി അപ്പൊ തന്നെ ചെയ്യുന്ന അങ്ങനെയുള്ള തോന്നലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ മൂലഭാഷയിൽ നാം പരിശോധിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബന്ധമുള്ളതിനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ശരീരത്തിന്റെ അംഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസം ഒന്നാണ്, നമുക്കെല്ലാവർക്കും ആത്മാവ് ഒന്നാണ്. അത് കൂടാതെ തന്നെ വേറെ ചെറിയ സാറ് പാടിയതുപോലെ ഏകപിതാവിന്റെ മക്കളാണ് നമ്മൾ, ഏകാത്മസ്നാനത്താൽ ഏക ശരീരമായവരാണ്. ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബന്ധം നമുക്കുള്ളത് കൊണ്ട് നാം അനുസരണമുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ശരീരം ഞാൻ ഈ ശരീരത്തിലെ ഒരു ഭാഗമാണ് കൈ.
ഈ കൈ ശരിയായ രീതിയിൽ അനുസരിക്കുന്നില്ലെങ്കിലോ അപ്പൊ ഈ കൈക്ക് ഭാരം കൂടാൻ ഇടയായിട്ട് തീരും. അപ്പൊ അതുകൊണ്ടാണ് അനുസരണമുള്ളവരാണ് ബന്ധം ഈ പ്രയോഗങ്ങളൊക്കെ ചേർത്ത് വരാൻ ഇടയായിട്ട് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ കാണുന്ന ഒരു പദമാണ് പോരാടേണ്ടത്. അപ്പൊ പോർക്കളത്തിലായതിനാൽ എന്നുള്ള ആശയം നമുക്ക് അവിടെ പോരാട്ടം എന്നുള്ള പ്രയോഗം തന്നെ നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം? പോർക്കളത്തിലാണ്. അപ്പൊ ഈ പോർക്കളം എന്ന് പറയുമ്പോൾ ഉടനടി എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഈ ദൈവജനത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് വെച്ചിട്ട് പോകുന്നുണ്ടോ? തിരുത്തസിന്റെ 2-ാം ലേഖനം എഴുതിയപ്പോൾ അതിലെ 2-ാം അധ്യായത്തിന്റെ 3-ൽ പറയുന്നുണ്ട് ഈ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണത്തെ കുറിച്ച്. ഇത് വായിച്ച ഉടനടി ദൈവാത്മാവ് എന്റെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ്. 2 തിരുത്തസ് 2-3 നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ 3 കുറിപ്പുകൾ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. നല്ല ഭടനായിട്ട് മാത്രമല്ല കഷ്ടം സഹിക്കണം, അതുപോലെ തന്നെ നിലനിൽക്കണം. ഞാനിത് 3-4 വാക്യങ്ങൾ ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം വാക്യത്തിൽ പട ചേർത്തവരെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. നാം പോർക്കളത്തിനായതുകൊണ്ട് പടയിൽ ചേർന്നവനെ പ്രസാദിപ്പിക്കണം. പോർക്കളത്തിലാണ്. അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് സ്ഥാനം വന്നാൽ പടയിൽ ശരിയായി പൊരുതാൻ നമുക്ക് സാധിക്കില്ല. അവിടെ നമ്മൾ പരാജയപ്പെടും. മാത്രമല്ല കഷ്ടം സഹിക്കണം. ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുൻനിരയിൽ തന്നെയാണ്. അതാണ് ക്രിസ്തീയ പോർക്കളത്തിന്റെ പ്രത്യേകത. ഒരിക്കൽ ചേർന്നാൽ മുൻനിരയിൽ തന്നെയാണ്. കഷ്ടതയുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല നിലനിൽക്കണം. എത്ര നാൾ ജീവിച്ചിരിക്കുന്നുവോ അത്ര നാൾ ആക്റ്റീവായി. എത്ര നാളാണോ നാം ഈ പോർക്കളത്തിൽ, നമ്മളൊക്കെ പോർക്കളത്തിലുണ്ട്, ആക്റ്റീവായിരിക്കും. ദാവീദിന്റെ അനുഭവം ഇതിന് വിപരീതമായിരുന്നു. ദാവീദ് പോർക്കളത്തിൽ പട നയിക്കേണ്ട അല്ലെങ്കിൽ പടയിൽ പോകേണ്ട ദാവീദ് കൊട്ടാരത്തിൽ താമസിച്ചപ്പോൾ വന്ന വിന എത്രയോ ഗുരുതരമായിരുന്നു എന്നുള്ളത് ആ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഈ കൂടുതൽ പറഞ്ഞു തരിപ്പിക്കുന്ന 2 കുറിപ്പുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നാം എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്ന് ചോദിച്ചാൽ 3-4 വാക്യങ്ങളിലുള്ള നിഷേധാത്മകമായ പ്രയോഗങ്ങളൊക്കെ അനുസരണമില്ലായ്മയുടെ ചിത്രം കൊണ്ടുവരിക. അപ്പൊ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തനായവർ അങ്ങനെ അനുസരിക്കാതെ ജീവിക്കുകയല്ല, മറിച്ച് വിശ്വസ്തയോടുകൂടെ അനുസരണത്തോടുകൂടെ ജീവിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം? തിരുവഴുത്തിൽ പറയുകയാണ് പ്രിയരായ. ഒരിക്കലും നിങ്ങൾ അപ്രിയരായി, ഇപ്പൊ നിങ്ങൾ പ്രിയനായവരിൽ പ്രിയരായി. അതുകൊണ്ട് ഇനി അപ്രിയമായ കാര്യങ്ങൾ ചെയ്യരുത്, അനുസരണമുള്ളവരാകണം. രണ്ടാമത് ബന്ധമാണ്. നിങ്ങൾക്ക് നമ്മുടെ ഇതിലുള്ള ആ പ്രൊനൗൺസ് നമ്മളെ ചുറ്റുന്നത് ബന്ധത്തെ കുറിച്ചാണ്. ശരീരം ഈ ശരീരത്തിലെ അവയവങ്ങളാണ്. അപ്പൊ അവയവങ്ങളാകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരു അവയവത്തിന് അത് ഓവർബേർഡൻ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം തന്നതുകൊണ്ട് നാം അനുസരണമുള്ളവരായിട്ട്. മൂന്നാമത് പോർക്കളത്തിലാണ്. അതുകൊണ്ട് പട ചേർത്തവരെ പ്രസാദിപ്പിക്കണം. സ്വന്തം താല്പര്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. കഷ്ടം സഹിക്കണം. ഒരിക്കൽ ചേർന്നാൽ എന്നേക്കുമായി മുൻനിരയിൽ തന്നെയാണ്. മാത്രമല്ല നിലനിൽക്കണം. ഒരിക്കൽ എത്ര നാൾ നാം ജീവിച്ചിരിക്കുന്നുവോ അത്ര നാളും ആക്റ്റീവായിരിക്കണം. അങ്ങനെ അനുസരണമുള്ളവരായി സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കാൻ വചനം പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാണ്.